ഒരു തേങ്ങയ്ക്ക് 100 രൂപ വരെ എത്തി നിൽക്കുന്നു. ഇതൊരു ചെറിയ തേങ്ങയാണ്. ഇതിന് 50 രൂപ കൊടുത്ത് ഇന്നലെ വാങ്ങിച്ചതാണ്. എൻ്റെ വീട്ടിൽ ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലിഷ്ടം പോലെ തേങ്ങ ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള പണികൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതുപോലെ തേങ്ങ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ തേങ്ങ എല്ലാം തീർന്നു. പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൽ നിറയെ തേങ്ങ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും തേങ്ങ ഒരുവിധമുണ്ട്. പക്ഷേ ഇതിലെന്താ സംഭവിച്ചതെന്നിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കരിക്ക് ഭാഗം ആകുമ്പോഴേക്കും എല്ലാം വെട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ കുലകളെല്ലാം വെട്ടിയെടുത്തതാണ്. കരിക്ക് ഭാഗം കഴിയുമ്പോൾ തന്നെ വെട്ടിയെടുക്കും. കാരണം തേങ്ങയുടെ വിലയാണ്. അപ്പോൾ നമ്മളിതിനകത്തുള്ള തേങ്ങ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ വളരെ കുറയും. ഇപ്പോൾ തന്നെ ഒരുവിധം ന്യായമായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു വളം ചെയ്യുന്നുണ്ട്. ആ വളമാണിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ തേങ്ങയ്ക്കിങ്ങനെ വില കൂടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? അതിൻ്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ പറയാം. കഴിഞ്ഞ വർഷത്തേക്കാൾ ചൂട് കൂടുതലാണ് ഈ വർഷം. എന്ന് വെച്ചാൽ തെങ്ങിൻ്റെ വിളവ് കുറഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. കരിക്ക് ഒരുപാട് ചിലവാകുന്നു. കഴിഞ്ഞ വർഷം ചിലവായതിൻ്റെ ഇരട്ടി കരിക്കാണ് ഇത്തവണ ചിലവാകുന്നത്. ഈ കരിക്കൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് നമ്മൾ തന്നെയാണ്, മലയാളികളാണ്. അപ്പോൾ ഒരു തെങ്ങിൽ പഴയ കണക്കനുസരിച്ച് ഒരു വർഷം മുമ്പാണെങ്കിൽ ഒരു തെങ്ങിൽ ഒരു തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപയെ വില കിട്ടുള്ളൂ. അതിന് 3-4 മാസം നമ്മൾ കാത്തിരിക്കുകയും വേണം. ഇത് ഒരു മാസം 1.5 മാസം കഴിയുമ്പോഴേക്കും ആ കരിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 40 രൂപ കിട്ടും. അപ്പോൾ ഏറ്റവും വലിയ ബിസിനസ്സാണ് കരിക്ക് ബിസിനസ്. അതാണ് ഈ കരിക്ക് എല്ലാം പോകുന്നത് കൊണ്ടാണ് തെങ്ങിൽ തേങ്ങ ഇല്ലാതെ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയല്ലേ. നമ്മളല്ലേ കരിക്ക് ഒരുപാട് വാങ്ങിച്ച് കുടിക്കുന്നത്. തമിഴ്നാട്ടിലും ഇതേ അവസ്ഥയാണ്. തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരാനില്ല തേങ്ങ. അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്നുള്ളത് തെങ്ങിൽ തേങ്ങ കൂടുതൽ ഉണ്ടാകാനുള്ള പണി നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു തെങ്ങേ ഉള്ളൂ. അപ്പോൾ ഈ തെങ്ങിൽ നിന്നും ഇപ്പോൾ തന്നെ ഇതിന് ആവശ്യത്തിന് തേങ്ങയുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ വളം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ട്രിക്ക് കൂടി പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ ടിപ്സാണ്. ആ ടിപ്സ് പോലെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തേങ്ങ കിട്ടും. അതായത് ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാനുള്ള തേങ്ങ ഒരു തെങ്ങിൽ നിന്ന് നമുക്കുണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വളം ചെയ്യേണ്ട സമയമാണ്. അതായത് ജൂണിൽ വരാൻ പോകുന്ന അടുത്ത മാസം മുതൽ മഴ ശക്തമാകുമ്പോൾ നമ്മളിട്ട വളമെല്ലാം തെങ്ങ് ശരിക്കും വലിച്ചെടുക്കും. അതുകൊണ്ട് ഈ സമയം ഏറ്റവും നല്ലതാണ് വളം ചെയ്യാൻ. തെങ്ങ് ഉള്ളവർ വളരെ ചുരുക്കമാണ്. എന്ന് മാത്രമല്ല 1-2 തെങ്ങുള്ളവരും വളരെ ചുരുക്കമാണ്. കാരണം സ്ഥലത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞപ്പോൾ 5 സെൻറ്റ് 10 സെൻറ്റ് ഉള്ളവർക്കൊക്കെ ഒരു തെങ്ങ് നിന്നാൽ അത് മറ്റുള്ളവർക്ക് ബാധ്യതകളാണ്, പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് വെട്ടിക്കളയുകയാണ് പതിവ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി ജനങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യണം. നമുക്ക് ആ വളം ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. ഇപ്പോൾ സാധാരണ തെങ്ങിനൊക്കെ രാസവളങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ജൈവ മാത്രം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെ ജൈവ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉള്ളിത്തോല് ഇട്ട് കൊടുത്താൽ മതി തെങ്ങിൻ്റെ ചുവട്ടിൽ. രാസവളമാണെങ്കിൽ മറ്റേ ഫാക്ടംബോസ്, അതുപോലെ പൊട്ടാഷ്, പൊട്ടാഷ്, അങ്ങനെയുള്ള എല്ലാ വളങ്ങളും യൂറിയൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വളമല്ല, ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്താൽ ഈ പറഞ്ഞതുപോലെ ഒരു വർഷം മുഴുവൻ ഒരു തെങ്ങിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കിട്ടും. ഇതാണ് സംഗതി. ഉപ്പാണിത്. ഉപ്പ് നമുക്ക് 2 ടൈപ്പിൽ കിട്ടും. കല്ലുപ്പും കിട്ടും, മറ്റേ പൊടിയായിട്ട് അയോഡൈസ് ചെയ്ത ഉപ്പും കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് കല്ലുപ്പാണ്. ഒരു കിലോ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ വേറൊരു സാധനവും കൂടി ചേർക്കണം. അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിന് ലവണാംശം കൂടുതലുള്ളത് കൊണ്ട് സാധാരണ ആൾക്കാർ ഈ ഉപ്പിട്ട് കൊടുക്കാറുണ്ട് തെങ്ങിന്. ചില കാലത്ത് ഈ മത്തിയൊക്കെ വില കുറച്ച് കിട്ടുമ്പോൾ അത് വാങ്ങിച്ച് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കും. അത് നല്ലതാണ്. അതിൽ omega-3 ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ഈ മത്സ്യത്തിനകത്ത് omega-3 ഉള്ളതുകൊണ്ട് മാത്രമല്ല, അതിൽ ലവണാംശവും ഉണ്ട്, ഉപ്പിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്.
നമുക്ക് ഈ 1 കിലോ മാത്രം ഒരു തെങ്ങിൻ്റെ ചോട്ടിലിട്ട് കൊടുത്താൽ മതി. ഇത് എപ്സം സോൾട്ടാണ്. ഇതിന് വില കുറവാണ്, 1 കിലോയ്ക്ക് 30 രൂപയേ ഉള്ളൂ. പക്ഷേ നമ്മളിത് അധികം ഇട്ട് കഴിഞ്ഞാൽ ഏത് ചെടിയാണെങ്കിലും നശിച്ചു പോകും. അപ്പോൾ നമ്മളിതിന് ചേർക്കുന്നത് 50 ഗ്രാമാണ്. അപ്പോൾ ഒരു 5 ഗ്രാം വീതം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ 10 ഗ്രാമായി. അപ്പോൾ ഇങ്ങനെ ഒരു 50 ഗ്രാം മൊത്തം ഈ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനും ഈ എപ്സം സോൾട്ടിനും ഉപ്പ് രസമാണ്. ഇത് വർഷത്തിൽ 2 തവണയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മൂടിയേക്കാം മണ്ണിട്ട്. കാരണം നമ്മളിപ്പോൾ നനയ്ക്കുകയൊന്നും വേണ്ട. കാരണം ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നനയ്ക്കാൻ നിൽക്കണ്ട, തന്നെ മഴ പെയ്ത് നനഞ്ഞോളും. ഇത് 6 മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും തേങ്ങ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇങ്ങനെ പോയാൽ ഉടനെ ഒരു തേങ്ങയ്ക്ക് 100 രൂപയാവും. അതിന് വലിയ താമസമൊന്നും വേണ്ടി വരില്ല.